മുസ്ലിം ലീഗ് ഒഴികെ എല്ലാ സമുദായ സംഘടനകളുമായും ഐക്യ ചർച്ച നടത്തുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ലീഗ് തെറ്റിതിരുത്താൻ തയ്യാറായാൽ അവരോടും ചർച്ച നടത്തും. NSSുമായുള്ള ഐക്യ ചർച്ചയ്ക്ക് തുഷാർ വെള്ളാപ്പള്ളിയെ ചുമതലപ്പെടുത്തിയെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾക്കെതിരായ വിദ്വേഷ പരാമർശത്തിൽ വെള്ളാപ്പള്ളി നടേശന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് SNDP യോഗം പ്രമേയം പാസാക്കി. വിദ്യാഭ്യാസ മേഖലകളിൽ ഈഴവ സമുദായം നേരിടുന്ന അവഗണന തുറന്നു പറയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തത് എന്നാണ് പ്രമേയത്തിൽ പറയുന്നത്. നായാടി തൊട്ട് നസ്രാണി വരെയുള്ള ഐക്യത്തിൽ ശക്തമായി മുമ്പോട്ട് പോകാനും അതോടൊപ്പം തന്നെ സുമാരനായി ആ ഐക്യം പണ്ട് കഴിഞ്ഞു പോയതാണ്. ആ ഐക്യം ശക്തമായി മുമ്പോട്ട് പോകാനും അവരുമായിട്ടെല്ലാം ചർച്ച ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് യോഗം തുഷാർ വെള്ളാപ്പള്ളി ചുമതലപ്പെടുത്തി. ഈ മുസ്ലിം സമുദായത്തെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ലീഗ് ഭരണത്തിൽ ഇരിക്കുമ്പോൾ കാണിച്ച വിവേചനത്തെപ്പറ്റി തുറന്നു കാട്ടിച്ചപ്പോൾ അത് പറയാതെ ട്വിസ്റ്റ് ചെയ്ത് മതവിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് ലീഗ് നേതൃത്വത്തിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ തുറന്ന് ചർച്ച ചെയ്യും. അത് ചില പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. ലീഗിന് നല്ല മനസ്സ് തോന്നി ഞങ്ങളോട് സഹകരിക്കാൻ തയ്യാറാക്കി അവരോടും അവരുടെ തെറ്റിദ്ധരുത്തുമെങ്കിൽ അവരോടും ഞങ്ങൾ എന്തിനാണ് വിരോധം? അവർ തെറ്റിദ്ധരുത്തട്ടെ. ഫൈസൽ അസീസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഫൈസൽ, ഇന്നും ലീഗിന് നേരെയുള്ള ഒരു കാര്യങ്ങൾ അതുപോലെ തന്നെ തുടരുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ ഒരു നിലപാടിൽ മാറ്റമൊന്നും കാണുന്നില്ല അല്ലേ? ഇല്ല, മുസ്ലിം ലീഗിനെതിരെ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഇന്നത്തെ നേതൃയോഗത്തിലുള്ള ഒരു പ്രസ്താവന എന്ന് പറയുന്നത്. അതായത് അദ്ദേഹത്തിന്റെ പ്രമേയത്തിന്, അതായത് SNDP നേതൃയോഗത്തിന്റെ പ്രമേയത്തിന് പ്രധാനമായും അദ്ദേഹത്തിനെതിരെ വിമർശിക്കുന്നവർക്ക് പ്രതിരോധം തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഏതൊക്കെ രീതിയിലുള്ള പ്രതിരോധം തീർക്കുമെന്നൊക്കെയാണ് പ്രമേയത്തിൽ പ്രധാനമായും ചർച്ചയായത്. ഒപ്പം തന്നെ ഈ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുമുള്ള ഒരു സമവായ നീക്കത്തിനും അല്ലെങ്കിൽ ഒരു രീതിയിലുമുള്ള ചർച്ചക്കും തയ്യാറല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മുസ്ലിം ലീഗ് ഒഴികെ ബാക്കി ഏത് മതസംഘടനയിലും അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഒഴികെ ബാക്കി എല്ലാ മുസ്ലിം സംഘടനകളെയും ഐക്യത്തിന്റെ ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. മാത്രമല്ല, മുസ്ലിം ലീഗ് തെറ്റിദ്ധരിച്ച് വരാൻ തയ്യാറായാൽ അവരെയും ഈ ചർച്ചയുടെ ഭാഗമാക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും NSSുമായുള്ള ചർച്ചയ്ക്ക് ഇപ്പൊ തുഷാർ വെള്ളാപ്പള്ളി BDJSന്റെ ദേശീയ അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ തീയതി ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല. ഏതായാലും ഇപ്പോൾ ഈ മുസ്ലിം ലീഗിനെതിരെ പറയുന്നത് തന്റെ ഈ മുസ്ലിം സമുദായത്തെ തെറ്റായി വ്യാഖ്യാനിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ സംവരണവുമായി ബന്ധപ്പെട്ടാണ് മുസ്ലിം ലീഗിനെ പ്രധാനമായും തള്ളി പറയുന്ന സാഹചര്യം അല്ലെങ്കിൽ ഇത്തരത്തിൽ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, അത് ഈ മുസ്ലിങ്ങൾക്കെതിരെ, അതായത് മുസ്ലിം സമുദായത്തെ ഒന്നാകെ വിമർശിക്കുന്ന രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെട്ടു. അത് മുസ്ലിം സമുദായങ്ങൾ തന്റെ സഹോദരന്മാരെ പോലെയാണ്, അല്ലാതെ അവരോട് തനിക്ക് യാതൊരു രീതിയിലുള്ള വെറുപ്പോ അല്ലെങ്കിൽ വിദ്വേഷമോ ഒന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ നായാടി മുതൽ നസ്രാണി വരെ ഒന്നിക്കണം എന്ന് തന്നെയാണ് ഈ അദ്ദേഹം പ്രധാനമായും ഈ യോഗത്തിലും വ്യക്തമാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യത്തിനാണ് അദ്ദേഹം പറയുന്നത് മുസ്ലിം സമുദായത്തിലെ മുസ്ലിം ലീഗ് ഒഴികെ ബാക്കി ഏത് സംഘടനകളുമായും ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് അദ്ദേഹം വന്നാൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണല്ലോ വെള്ളാപ്പള്ളി പറയുന്നത്. ഫൈസൽ, ഇതിപ്പോൾ എന്ത് തെറ്റാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ടോ? എന്താണ് അവിടെ നടക്കുന്നത്? എന്താണ് അവർ നടത്തിയ തെറ്റ് എന്ന് അദ്ദേഹം പറയുന്നുണ്ടോ? തീർച്ചയായും അദ്ദേഹം എന്താണ് അവർ നടത്തിയ തെറ്റ് അല്ലെങ്കിൽ എന്താണ് അവർ കാണിച്ച ഒരു ചെയ്തി മുസ്ലിം അല്ലെങ്കിൽ ഈ SNDPയോട് അല്ലെങ്കിൽ ഹിന്ദു സംഘടനകളോട് NSSനോട് എന്താണ് അവർ കാണിച്ച തെറ്റ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നില്ല. പകരം തെറ്റ് തിരുത്തി അവർ മുന്നോട്ട് വന്നാൽ ഇവരുമായി, അതായത് ഈ മുസ്ലിം ലീഗുമായി ഐക്യത്തിന് ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. എന്താണ് അവർക്ക് ഇത് തെറ്റ് എന്ന് അദ്ദേഹം പറയുന്നില്ല. പകരം തെറ്റ് തിരുത്തി വന്നാൽ എന്ന് മാത്രമാണ് പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ NSS ഐക്യത്തിലേക്ക് വന്നാൽ എന്താണ് നിലവിലെ തീരുമാനം? ചർച്ചകളൊക്കെ ഏത് രീതിയിലായിരിക്കും? ആർക്കാണ് ചർച്ചയ്ക്കൊക്കെ ഉള്ള ചുമതല? NSSുമായി ഐക്യത്തിന് തുഷാർ വെള്ളാപ്പള്ളിക്കാണ് ചുമതല. BDJSന്റെ ദേശീയ അധ്യക്ഷനാണ് അദ്ദേഹത്തിനാണ് ചുമതല നൽകിയിരിക്കുന്നത്. അത് എപ്പോൾ നടത്തും അല്ലെങ്കിൽ ആ ചർച്ചയുടെ തീയതി പിന്നീട് അറിയിക്കും എന്ന് തന്നെയാണ്
അദ്ദേഹം വ്യക്തമാക്കുന്നത്. മാത്രമല്ല NSSുമായി യോജിക്കുന്നു എന്ന് തന്നെയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ ഈ യോഗത്തിനിടെ പറഞ്ഞത്. NSSുമായി യോജിക്കുന്നു, സംവരണ വിഷയത്തിൽ NSSുമായി ഒരു തർക്കവുമില്ല, പ്രതിസന്ധി ഘട്ടത്തിൽ NSS SNDPയെ ചേർത്ത് പിടിച്ചു എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. മുഖ്യമന്ത്രിയും തന്നെ ഈ SNDPയെ ചേർത്ത് നിർത്തി. വിവാദങ്ങൾ ഉണ്ടായപ്പോഴും മുഖ്യമന്ത്രി നിലപാട് മാറ്റിയില്ല. അതായത് ഇത്തരത്തിൽ ഈ മുസ്ലിം ലീഗിനെതിരെ പറയുമ്പോഴും അല്ലെങ്കിൽ ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ വാക്കുതർക്കത്തിൽ പറയുമ്പോഴും ഈ ഇത്തരത്തിൽ വിവാദമുണ്ടായപ്പോഴും ഈ മുഖ്യമന്ത്രി SNDPയെ ചേർത്ത് നിർത്തുകയാണ് ചെയ്തത് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ ചർച്ചയിൽ വ്യക്തമാക്കിയത്. മാത്രമല്ല മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് ഈഴവരെ അകറ്റി നിർത്തുന്നു എന്ന് തന്നെയാണ്. അതായത് കോൺഗ്രസ് ഈഴവരെ അകറ്റി നിർത്തിയ, ഈഴവരെ മാത്രമല്ല മറ്റ് സാമുദായിക സംഘടനകളെയും കോൺഗ്രസ് അകറ്റി നിർത്തുകയാണ്, പകരം മുസ്ലിം ലീഗിന് അടിമപ്പെട്ടു എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ശരി.